ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. നാരങ്ങയും മെഴുകുതിരി ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ടിപ്പ്, നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ കിട്ടുന്ന കവർ നമ്മൾ വെറുതെ ചുരുട്ടി വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ രീതി ചെയ്യാവുന്നതാണ്. കവർ നല്ല നീറ്റായിട്ടൊന്ന് എടുത്തിട്ട് ഇതിവിടെ കാണിക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് അടുക്കൂടെ മടക്കി പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുന്നു. അങ്ങനെ മടക്കി എടുത്തിട്ട് പിന്നീട് അതിൻ്റെ ഒരു സൈഡിൽ ഇത് ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കണം. നമ്മൾ സമോസയ്ക്ക് നമ്മൾ മടക്കിയെടുക്കത്തില്ലേ, അതേ രീതിയിൽ മടക്കി ഞാനിവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് അതിൻ്റെ ആ തുമ്പ്, ലാസ്റ്റുള്ള ആ തുമ്പാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലോട്ടൊന്ന് ടക്ക് ചെയ്ത് ഇവിടെ കാണിക്കുന്ന പോലെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, ഈ കവർ വെക്കാനായിട്ട് അധികം സ്പേസ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ മടക്കാതെ വെക്കുകയാണെങ്കിൽ അത് എത്ര സ്പേസ് ഉണ്ടായാലും നമുക്ക് തികയത്തില്ല. ഈ കവർ വെക്കാനായിട്ടായിരിക്കും വേണ്ടത്. അപ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഒട്ടുമേ സ്ഥലം വേണ്ട, നമുക്കൊരു ബോക്സിനകത്തിട്ട് വെക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, കുറച്ച് ബൈൻഡർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതിൽ കുറച്ച് എണ്ണം ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ്, ഇതിലും കുറച്ചുകൂടി ചെറുതായിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 2 ഹാങ്ങർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സൈസ് ഹാങ്ങർ വേണേലും എടുക്കാവുന്നതാണ്. എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതുപോലുള്ള എടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ വലുപ്പത്തിലുള്ള എടുക്കാൻ ശ്രമിക്കണം. ഈ കണ്ടെയ്നർ ആണെങ്കിൽ തേങ്ങ തിരുമ്മിത് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് തേങ്ങ എടുത്തു കഴിഞ്ഞ് പിന്നെ ഇത് കളയായിരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും 3 എണ്ണം വെച്ച് മേടിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ വെറുതെ കളയുന്നതിൽ നല്ലത് നമുക്ക് ഇതുപോലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. പ്ലാസ്റ്റിക് കണ്ടെയ്നറും ഹാങ്ങറൂടെ ഒരു സൈഡ് സെറ്റായി. ഇനി അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആ ഹാങ്ങറും പ്ലാസ്റ്റിക് കണ്ടെയ്നറും കൂടെ ഒരുമിച്ചെടുത്തിട്ട് ആ ബൈൻഡർ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഹാങ്ങറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറും എടുത്ത് ഇതേപോലെ ആ ഹാങ്ങറയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബൈൻഡർ ക്ലിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും വെക്കുന്നു. അങ്ങനെ അടുത്ത 3ാമത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തു. എന്നിട്ട് ആ ഹാങ്ങറയിലോട്ട് ബൈൻഡർ വെച്ച് ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ കണ്ടെയ്നർ തമ്മിൽ നമുക്ക് വേണേൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ ബൈൻഡർ ക്ലിപ്പിട്ടാണ് കാണിക്കുന്നത്. നമുക്കിത് നമ്മുടെ ആവശ്യം അനുസരിച്ച് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികളുടെ പഴയ സ്റ്റഡി റൂമിലാണെങ്കിൽ അവരുടെ പേനയും പെൻസിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് വെക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പേപ്പർ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ വേണേലും ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് കളർ പേപ്പർ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ സ്ഥലങ്ങൾക്കൊക്കെ ഭയങ്കര പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഓർഗനൈസേഷൻ ഐഡിയ ആണ് ഇത്. ഈ ഹാങ്ങർ തെന്നി പോകുന്നൊന്നും പേടി വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി പിന്നെ നമുക്ക് അത് തെന്നി പോകുന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, ഞാനിവിടെ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് ഇടാവുന്നതാണ്. അപ്പോൾ അതൊരു ഒന്നുകൂടെ നല്ല ഗ്രിപ്പോടുകൂടി നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓർഗനൈസേഷൻ ഐഡിയ ആണ്. അടുത്ത 3ാമത്തെ ടിപ്പ്, പാൻ എടുത്തിട്ടുണ്ട്. ആ പാന് ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓണാക്കുന്നു. അതിലായിട്ട് 2 മെഴുകുതിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ മെഴുകുതിരി ഒന്ന് മെൽറ്റായിട്ട് വരണം. അങ്ങനെ ഉരുകി വരുന്ന സമയത്ത് ആ എല്ല് തിരി എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ എടുത്ത നാരങ്ങ ഒരെണ്ണം ചെറിയ ചെറിയ സ്ലൈസ് ആക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സിനമൺ സ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ആ എടുത്ത് മാറ്റിയ ആ തിരിയാണ് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരെ ഇരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പയിലോട്ട് അത് ഒന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെ ലെവലാക്കി ഇരിക്കാനായിട്ടാണ്. പിന്നീട് ആ മെൽറ്റാക്കിയ മെഴുകുതിരി ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തണുത്ത് വരണം, എന്നിട്ട് സെറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ കൂടെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ മേളിൽ വെച്ചിരിക്കുന്ന ടൂത്ത് പിക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കത്തിച്ച് നോക്കാം. നമുക്ക് സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ റൂം നിറച്ചും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. ആ സ്പൈസസിൻ്റെ നാരങ്ങയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ വൈകിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ പിന്നെ സന്ധ്യാസമയങ്ങളിൽ ഇറങ്ങുന്ന ആ ചെറിയ ചെറിയ ജീവികളും കൊതുകിനെയും ഒക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയയും കൂടാണ്. ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.